ഹായ് ഓൾ, വെൽക്കം ടു ഡ്രീം ഗാർഡൻ. ഡ്രീം ഗാർഡൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ചധികം വെറൈറ്റി പ്ലാന്റ്സ് ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പ്ലാന്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്ലാന്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് ഷെയർ ചെയ്യാം. DTDCയും പ്രൊഫഷണലും കൊറിയർ സർവീസ് വഴിയാണ് നമ്മൾ പ്ലാന്റ്സ് അയക്കുന്നത്, സ്പീഡ് പോസ്റ്റിൽ അയക്കുന്നതല്ല. തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിലാണ് പ്ലാന്റ്സ് കൊറിയർ സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. സെയിലിന് റെഡി ആയിട്ടുള്ള ഫസ്റ്റത്തെ പ്ലാന്റ് ഗാർണിഷ്യ പ്ലാന്റ് ആണ്. ഈ ഒരു സൈസിലുള്ള ഒരു 3-4 കളേഴ്സാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഓരോ തൈക്കും 50 രൂപ വെച്ചിട്ടാണ് റേറ്റ് വരുന്നത്. നല്ല ഭംഗിയുള്ള പൂക്കൾ തരുന്ന ചെറിയ നാരോ ലീഫോട് കൂടിയിട്ടുള്ള ഈ പ്ലാന്റാണ് ഗാർണിഷ്യ. പ്രത്യേകിച്ച് കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല, എന്നാലും വാട്ടറിങ് ഒരുപാട് ഇഷ്ടപ്പെടുന്നില്ല. ലോറ് പെറ്റിലും നമുക്ക് ഒരുപാട് എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു. ഫ്ലവർ ചെയ്യാനായ പ്ലാന്റ്സ് ഉണ്ടോ, ഫ്ലവർ ചെയ്ത് നിൽക്കുന്ന പ്ലാന്റ്സ് തന്നെ സെൻഡ് ചെയ്ത് തരുമെന്ന് ചോദിച്ചിട്ട്. ഇപ്പം ഉള്ള എല്ലാ പ്ലാന്റ്സും തന്നെ ഫ്ലവറിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുള്ള പ്ലാന്റ്സാണ്. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും അയക്കുന്നുണ്ടാവുക. അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റാണ്. 100 രൂപയാണ് റേറ്റ് വരുന്നത്. ബോൾസം എല്ലാവരും എപ്പോഴും ഇഷ്ടപ്പെടുന്ന ചെടിയാണ്. ബോൾസത്തിൻ്റെ ഒരു 4-5 വെറൈറ്റി ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഇത് നല്ല റെഡ് കളറാണ്, നോർമൽ ലീവ്സ് വന്നിട്ട്. ഇതൊരു വെരിഗേറ്റഡ് ലീഫ് വന്നിട്ട് ഒരു ലൈറ്റ് പിങ്ക് കളറിലാണ് ഫ്ലവർ തരിക. നല്ല വെരിഗേഷൻ വന്നിട്ടുള്ള ലീഫും നല്ല സൈസുള്ള തൈകളുമാണ്. ഓരോ തൈക്കും 60 രൂപ വെച്ചിട്ടാണ് റേറ്റ് വരുന്നത്. ഇത് വൈറ്റ് കളർ ഫ്ലവർ തരുന്ന വെരിഗേഷൻ വന്നിട്ടുള്ള ചൈനീസ് ബോൾസമാണ്. ഇതിൻ്റെ ഇതുപോലുള്ള തൈകൾ തന്നെയായിരിക്കും അയച്ചു തരുന്നുണ്ടാവുക. ഓരോ തൈക്കും 60 രൂപ വെച്ചിട്ടാണ് റേറ്റ് വരുന്നത്. ഇനി നമ്മളെ ലാസ്റ്റത്തെ കളർ വന്നിട്ട് ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് വരുന്നത്. കുറച്ചൊരു ഡാർക്ക് പിങ്ക് ഷെയ്ഡാണ് വരുന്നത്. ഈ ഒരു കളറിലുള്ള തൈ ആയിരിക്കും നമ്മൾ 4ാമത്തെ പ്ലാന്റ് വന്നിട്ട്. എല്ലാ തൈകൾക്കും ഓരോ തൈക്കും 60 രൂപ വെച്ചിട്ടാണ് റേറ്റ് വരുന്നത്. ബോൾസത്തിനെ പറ്റി അറിയാത്തവരുടെ ശ്രദ്ധയിലേക്ക്, ചൂട് കാലത്ത് ബോൾസത്തിന് 2 നേരവും നിർബന്ധമായിട്ടും വെള്ളം ഒഴിച്ചിരിക്കണം. വേറെ കെയറിങ്ങും കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും ഇടയ്ക്ക് ചില പുഴുശല്യങ്ങൾ കാണപ്പെടാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നീം ഓയിൽ നമ്മൾ ഒരു 1 ലിറ്റർ വാട്ടറിൽ ഒരു 2 ml നീം ഓയിൽ മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതൊരു ഗ്രീൻ അഗ്ലോണിമയാണ്. എൻ്റെ ഒരു മദർ പ്ലാന്റ് ആയിട്ടുള്ള ഒരു അഗ്ലോണിമയാണ്. അപ്പോൾ ഇത് ഞാൻ സെപ്പറേറ്റ് ചെയ്ത് റിപ്പോർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ തൈകൾ അവൈലബിൾ ആണ്. ഓരോ തൈക്കും 30 രൂപ വെച്ചിട്ടാണ് റേറ്റ് വരുന്നത്. ഇതുപോലുള്ള ഓരോ തൈകളായിരിക്കും തരുന്നുണ്ടാവുക. 30 രൂപയാണ് ഓരോ തൈകൾക്കും റേറ്റ് വരുന്നത്. നല്ല ഹെൽത്തി ആയിട്ട് ബുഷിയായിട്ട് പെട്ടെന്ന് തന്നെ ബുഷിയാവുന്ന അഗ്ലോണിമയിൽ തന്നെ ഏറ്റവും പെട്ടെന്ന് ബുഷിയാവുന്നൊരു പ്ലാന്റാണ് ഈ ഗ്രീൻ അഗ്ലോണിമ വെറൈറ്റി. നല്ല നമുക്ക് ഏതൊരു തുടക്കക്കാർക്കും വളർത്താൻ പറ്റുന്ന ഒരു ചെടി കൂടിയാണ്. ഇനി കാണിക്കുന്നത് മാൻഡിവില്ല പ്ലാന്റ് ആണ്. മാൻഡിവില്ലൻ്റെ പിങ്കും അതേപോലെ തന്നെ റെഡും രണ്ടിനും കോമൺ ആയിട്ട് 200 റുപ്പീസാണ് റേറ്റ് വരുന്നത്. ഇത് പിങ്കാണ്, അതേപോലെ തന്നെ ഇത് റെഡുമാണ്. ഓരോ തൈക്കും 200 രൂപയാണ് റേറ്റ് വരുന്നത്. മാൻഡിവില്ല നമുക്ക് എല്ലാവർക്കും അറിയാം. കുറച്ചും കൂടി നമുക്ക് നമ്മളിഷ്ടത്തിനനുസരിച്ച് സ്റ്റിക്കിലോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് കർവ് ചെയ്തിട്ടോ എങ്ങനെ വേണമെങ്കിലും വളർത്തിയെടുക്കാം. ഇത് ഗ്രാമ്പൂവിൻ്റെ തൈകളാണ്. ഗ്രാമ്പൂവിൻ്റെ ഇതുപോലുള്ള തൈകൾ ഇപ്പോൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. 50 രൂപയാണ് റേറ്റ് വരുന്നത്. ഗ്രാമ്പൂ പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, മെഡിസിനൽ പ്ലാന്റ് ആണ്. അടുത്തതായിട്ട് ഈ ഒരു റെഡും അതേപോലെ തന്നെ ഒരു ബ്ലാക്ക് ഷെയ്ഡും കൂടി മിക്സ് ചെയ്ത് വരുന്ന ഈ ഒരു ലീഫി പ്ലാന്റാണ് നമ്മളെ നെക്സ്റ്റ് പ്ലാന്റ് വന്നിട്ട്. അമരാന്തസ് എന്നാണ് പേര്. റേറ്റ് വന്നിരിക്കുന്നത് 60 രൂപയാണ്. ഒരു ഇനം ചീര വെറൈറ്റിയൊക്കെ പോലെ നമുക്ക് കണ്ടാൽ തോന്നുമെങ്കിലും നല്ലൊരു ലീഫി പ്ലാന്റ് ആണ്. ഇതിൻ്റെ വിത്തുകളിൽ നിന്ന് തന്നെ നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചീരകൾക്കൊക്കെ ഉണ്ടാകുന്ന പോലെ തന്നെ നല്ല റെഡ് കളറിലുള്ള വിത്തുകൾ ഉണ്ടാകാറുണ്ട്. ഈ ഒരു വെരിഗേറ്റഡ് ലീഫുള്ള ബോഗൺവില്ലൻ്റെ വളരെ കുറച്ച് തൈകൾ ഇപ്പോൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. ഓരോ തൈക്കും
60 രൂപയാണ് റേറ്റ് വരുന്നത്. ഈ ഒരു സൈസിലുള്ള തൈകളാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. വളരെ കുറച്ച് തൈകൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഈ ഒരു ഹൈബിസ്കസ് വെറൈറ്റീൻ്റെയും കുറച്ച് കളേഴ്സൊക്കെ നമ്മളടുത്ത് അവൈലബിൾ ആണ്. ഹൈബിസ്കസ് എപ്പോഴും എല്ലാവരും ആഗ്രഹിക്കുന്ന, എപ്പോഴും നമുക്ക് ഫ്ലവർ തരുന്നതുകൊണ്ട് തന്നെ എല്ലാവരും ഇഷ്ടപ്പെടുന്നൊരു പ്ലാന്റാണ്. 80 രൂപയാണ് ഇതുപോലുള്ള ഓരോ തൈകൾക്കും റേറ്റ് വരുന്നത്. കുറച്ച് കുഞ്ഞു പൂക്കളായിട്ടുള്ള ചെറിയ കവേഴ്സിലുള്ള തൈകളും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വാങ്ങാൻ ആഗ്രഹമുള്ളവർ അത് ചോദിച്ചാൽ മതി. ഇത് കുറച്ചധികം വലിയ പൂക്കൾ തരുന്നതാണ്. പെൻഡാസിൻ്റെ 3 തരം കളേഴ്സിലുള്ള തൈകൾ നമ്മളടുത്ത് ഇപ്പോൾ അവൈലബിൾ ആണ്. വൈറ്റ്, പിങ്ക്, വയലറ്റ് 3 കളേഴ്സിലുള്ള പെൻഡാസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ കാണുന്ന ഈ ഒരു സൈസിലുള്ള തൈകളായിരിക്കും അയച്ചു തരുന്നുണ്ടാവുക. ഇപ്പോൾ തന്നെ കണ്ടില്ലേ പിങ്കിൻ്റെയും വൈറ്റിൻ്റെയും തമ്മിലുള്ള വലുപ്പ വ്യത്യാസം, അതേപോലുള്ള വ്യത്യാസം ചില പ്ലാന്റുകൾക്ക് ഉണ്ടാവും. അപ്പോൾ ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ്സാണ് നമ്മൾ അയച്ചു തരുന്നത്. 3 കളേഴ്സിലാണുള്ളത്, വയലറ്റ്, പിങ്ക്, വൈറ്റ്. ഓരോ തൈക്കും 60 രൂപ വെച്ചിട്ടാണ് റേറ്റ് വരുന്നത്. ഇതാ ഈ ഒരു കലേഡിയത്തിൻ്റെ ഇതുപോലുള്ള തൈകൾ ഇപ്പോൾ നമ്മളടുത്ത് സ്റ്റോക്ക് ഉണ്ട്. ഓരോ തൈക്കും 150 രൂപയാണ് റേറ്റ് വരുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡബിൾ കളർ വന്നിട്ടുള്ള ഒരു കലേഡിയമാണ്. ഇത് റോസിഡോ പ്ലാന്റിൻ്റെ റെഡാണ്, റെഡ് വെറൈറ്റി. ഇതിൻ്റെ യെല്ലോ വെറൈറ്റീസും നമ്മളെ കയ്യിലുണ്ട്. ഈ കാണുന്ന ഈ ഒരു റെഡ് വെറൈറ്റിക്ക് റേറ്റ് വന്നിരിക്കുന്നത് 80 രൂപയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇതുപോലുള്ള തൈകളുടെ റേറ്റാണ് പറയുന്നത്. അസേലിയ പ്ലാന്റ് എപ്പോഴും എൻക്വയറി വന്നുകൊണ്ടിരിക്കുന്ന പ്ലാന്റാണ്. ഇതിൻ്റെ ഈ ഒരു ഡബിൾ പെറ്റലിലുള്ള ഡാർക്ക് പിങ്ക് ഷെയ്ഡും അതേപോലെ തന്നെ ലൈറ്റ് പിങ്ക് ഷെയ്ഡും ഇപ്പോൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. ഓരോ തൈക്കും 180 രൂപ വെച്ചിട്ടാണ് റേറ്റ് വരുന്നത്. ഇതുപോലുള്ള തൈകളായിരിക്കും അയക്കുന്നുണ്ടാവുക. അസേലിയൻ്റെ ഓൾറെഡി ഞാൻ കെയറിങ്ങും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അസേലിയയ്ക്ക് pH ലെവൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. pH ലെവൽ കൂടുതലുള്ള മണ്ണാണ് അസേലിയയ്ക്ക് കൂടുതലായിട്ട് ഇഷ്ടം. അപ്പോൾ അതിനുള്ള വളപ്രയോഗത്തിൽ നമുക്ക് വിനാഗിരി പോലത്തെ സാധനങ്ങളൊക്കെ പിന്നീട് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ നട്ട് ഒരു 2 മന്തിനൊക്കെ ശേഷം pH ലെവൽ കൂട്ടാനായിട്ട് വിനാഗിരി പോലത്തെ വളങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് മുല്ലയാണ്, നമ്മുടെ സാധാ മുല്ല. 30 രൂപയാണ് റേറ്റ് വരുന്നത്. ഇതുപോലുള്ള തൈകളായിരിക്കും അയക്കുന്നുണ്ടാവുക. ഇത് സെൻസിവേരിയ ഡ്രംസ്റ്റിക്കാണ്. ഡ്രംസ്റ്റിക്കിൻ്റെ ഈ ഒരു തൈക്ക്, ഇതിലിപ്പോൾ 2 തൈ ഉണ്ട്, ഒരു തൈക്ക് 80 രൂപ വെച്ചിട്ടാണ് റേറ്റ് വരുന്നത്. ഇതിൻ്റെ ഒരു മദർ പ്ലാന്റിൻ്റെ ഉണ്ട് എൻ്റെ അടുത്ത്. അതിൻ്റെ ഇമേജ് ഞാൻ സൈഡിൽ കൊടുക്കാം കേട്ടോ. നല്ല ഭംഗിയാണ്, നമുക്ക് വെറൈറ്റി രീതികളിലൊക്കെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ് കണ്ടോ? ഈ വെരിഗേറ്റഡ് ഡിസ്റ്റിരിയൻ്റെ ചെറിയ തൈകൾ ഇപ്പോൾ നമ്മളടുത്ത് അവൈലബിൾ ആണ്. ഓരോ തൈക്കും 30 രൂപ വെച്ചിട്ടാണ് റേറ്റ് വരുന്നത്. ഭയങ്കര സ്ലോ ഗ്രോത്താണ് ഇതിന്. ഈ ഹാങ്ങിങ് പോട്ടിലുള്ള ഫുൾ പോട്ടായിട്ടും നമ്മളടുത്ത് അവൈലബിൾ ആണ്. ഒരു ഫുൾ ഹാങ്ങിങ് പോട്ടിന് റേറ്റ് വരുന്നത് 180 റുപ്പീസാണ്. ഇതുപോലുള്ള ചെറിയ തൈകൾക്ക് 30 രൂപയാണ് റേറ്റ് വരുന്നത്. ഡിസ്റ്റിഡിയൻ്റെ തന്നെ നോർമൽ ഡിസ്റ്റിഡിയയും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇത് വെരിഗേറ്റഡ് ആണ്. ഇനി കുറച്ച് ജിഫിയിലുള്ള പ്ലാന്റ്സ് ആണ് കാണിക്കുന്നത്. ഇതിന് മുന്നത്തെ വീഡിയോയിൽ കാണിച്ച കുറച്ച് പ്ലാന്റ്സുകൾ കൂടി ഉണ്ട്. ഇത് ഫിലാഡെൻഡ്രോൺ നാരോ. ഫിലാഡെൻഡ്രോൺ നാരോൻ്റെ ഈ ഒരു സൈസിലുള്ള തൈകൾ 100 രൂപയ്ക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റബ്ബർ പ്ലാന്റ്. ഈ റബ്ബർ പ്ലാന്റിൻ്റെ എല്ലാ മദർ പ്ലാന്റിൻ്റെ ഇമേജസ് ഞാൻ മുന്നത്തെ അതായത് ഈ വീഡിയോൻ്റെ ഫസ്റ്റിൽ കാണിച്ചിട്ടുണ്ട്. ഇത് റബ്ബർ പ്ലാന്റ് വൈറ്റ്. ഇനി റബ്ബർ പ്ലാന്റിൻ്റെ യെല്ലോയും കൂടി ഉണ്ട്. കണ്ടില്ലേ, നല്ല വെരിഗേഷൻ വരും. കുറച്ചും കൂടി വലുപ്പം വയ്ക്കുമ്പോൾ മെച്ചൂർഡ് ആവുന്നതിനനുസരിച്ച് കളർ ലൈറ്റായിട്ട് നല്ല ഡാർക്ക് കളറിലോട്ട് വരും. പിന്നെ ഈ ഒരു കലേഡിയം, ഗ്രീൻ കലേഡിയത്തിൻ്റെ ഇതുപോലുള്ള തൈകൾ നമ്മളടുത്ത് അവൈലബിൾ ആണ്. 50 രൂപയാണ് റേറ്റ് വരുന്നത്. അതേപോലെ റബ്ബർ പ്ലാന്റിന് എല്ലാത്തിനും കോമൺ ആയിട്ട് 70 രൂപയാണ് റേറ്റ് വരുന്നത്. ഈ ഒരു ഇംഗ്ലീഷ് ഐവിൻ്റെ ഗ്രീൻ കളറും അതേപോലെ തന്നെ വെരിഗേറ്റഡും, ഈ 2 ടൈപ്പ് നമ്മളടുത്ത് ഇപ്പോൾ അവൈലബിൾ ആണ്. ഓരോ തൈക്കും 40 രൂപ വെച്ചിട്ടാണ് റേറ്റ് വരുന്നത്. ഈ ജിഫിയിലുള്ള തൈകൾ വാങ്ങുമ്പോൾ ഇപ്പോൾ ചൂടത്ത് കുറച്ചും കൂടി ഈസിയാണ് നമുക്ക് സെൻഡ് ചെയ്യാനായിട്ട്. വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാതെ തന്നെ നല്ല സെക്യൂർ ആയിട്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ കിട്ടും. ഈ ബിഗോണിയയ്ക്ക് 25 രൂപയാണ് റേറ്റ് വരുന്നത്.
ഈ ഒരു വാൻഡ്രിഞ്ചോ ഉണ്ട്. വാൻഡ്രിഞ്ചോൻ്റെ ഇതുപോലുള്ള തൈകൾക്ക് 30 രൂപയാണ് റേറ്റ് വരുന്നത്. ഇത് നോർമൽ വാൻഡ്രിഞ്ചോ ആണ്, അതും നമ്മളടുത്ത് അവൈലബിൾ ആണ്. 2 ഡിഫറെൻറ്റ് വെറൈറ്റീസും ഇപ്പോൾ അവൈലബിൾ ആണ്. കുറച്ച് വൈറ്റ് വാൻഡ്രിഞ്ചോ കൂടി അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് ഫിലോഡെൻഡ്രോൺ വെറൈറ്റിയാണ്. ഫിലോഡെൻഡ്രോൺ വയലിൻ്റെ ഷേപ്പിലുള്ള ലീവ്സും ഒക്കെ ആയിട്ട് കണ്ടില്ലേ. ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 100 രൂപയാണ്. ഇത് ഹാമലോമിയ വിഭാഗത്തിൽ പെടുന്ന ഒരു പ്ലാന്റാണ്. കണ്ടില്ലേ, ഹാമലോമിയ ഇത്ര ചെറിയ റേറ്റിന് നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടില്ല കേട്ടോ. ഒരു തൈക്ക് റേറ്റ് വരുന്നത് 100 രൂപയാണ്. പിന്നെ സിങ്കോണിയത്തിൻ്റെ ഒരു 5-6 വെറൈറ്റീസ് ഉണ്ട്. ഞാൻ കുറച്ച് വെറൈറ്റീസ് മാത്രം വെറുതെ ഈ വീഡിയോയിൽ കാണിച്ചു എന്നേ ഉള്ളൂ. ഓരോ തൈക്കും 30 രൂപയാണ് വരുന്നത്. അങ്ങനത്തെ ഒരു 5-6 വെറൈറ്റി മിനിയേച്ചർ സിങ്കോണിയം നമ്മളടുത്ത് അവൈലബിൾ ആണ്. പിന്നെ ജമന്തി എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. ജമന്തിൻ്റെ ഈ ഒരു മിനിയേച്ചർ ടൈപ്പിലുള്ള 4 കളേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. വളരെ കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ. ഒരു 2-3 പേർക്ക് കൊടുക്കാനുള്ളതേ ഉള്ളൂ. ഓരോ തൈക്കും 50 രൂപ വെച്ചിട്ടാണ് റേറ്റ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിന്ന് വീഡിയോയിൽ സെയിലിന് വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുള്ള പ്ലാൻസ്. പിന്നെ നമ്മൾ ഈ വീഡിയോയിൽ കുറച്ച് ഫ്രീ പ്ലാൻസും കൂടി കൊടുക്കാൻ വേണ്ടി വിചാരിക്കുന്നുണ്ട്. നല്ല ഭംഗിയുള്ള മഞ്ഞ പൂക്കൾ തരുന്ന ഈ ഒരു കാറ്റ്സ് ഗ്ലോ പ്ലാന്റ് ആണ് നമ്മളെ അടുത്ത പ്ലാന്റ്. ഒരു തൈക്ക് 50 രൂപയാണ് റേറ്റ് വരുന്നത്. നമ്മുടെ ഷോർട്സിൽ ഇതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരൊന്ന് കാണണേ. നല്ല വെയിലത്ത് വയ്ക്കാൻ പറ്റുന്ന, പ്രത്യേകിച്ച് കെയറിംഗ് ഒന്നും ആവശ്യമില്ലാത്തൊരു പ്ലാന്റാണ് ഈ കാറ്റ്സ് ഗ്ലോ. നല്ല പൂക്കളും തരും. ഇത് കണ്ടില്ലേ, എൻ്റെ കയ്യിൽ സ്റ്റിക്ക് ഓണായി നിൽക്കുന്ന ഇത് തന്നെയാണ് ഇതിന് കാറ്റ്സ് ഗ്ലോ എന്ന് പേര് പറയാൻ കാരണം. ഇതുപോലെ പോകുന്ന ക്രീപ്പിംഗ് പ്ലാന്റാണ് കാറ്റ്സ് ഗ്ലോ. ഇനി നമ്മുടെ അടുത്ത് എയർ പ്ലാന്റ്, സ്പാനിഷ് മോസിൻ്റെ ഇതുപോലുള്ള ചെടികൾ ഇപ്പോൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. എയർ പ്ലാന്റാണ്. നമ്മൾ ഇടയ്ക്ക് മാത്രം വാട്ടറിങ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ അതുപോലുള്ള തൈകൾക്ക് 180 രൂപയാണ് റേറ്റ് വരുന്നത്. ഇതാണ് നമ്മളെ വീഡിയോത്തെ ഇന്നത്തെ ഫ്രീ പ്ലാന്റ്. അപ്പോൾ ഈ പ്ലാന്റ് ഇല്ലാത്തവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ പ്ലാന്റ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് തന്നെ അയക്കണം, അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് അയക്കണം. ഇതിലേത് ഫ്രീ പ്ലാന്റാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളതും അതും കൂടി അയക്കാം. ഞാൻ ഒരു ഫ്രീ പ്ലാന്റ് കൂടി കാണിക്കുന്നുണ്ട്. ഇത് ഫിലോഡെൻഡ്രോൺ ലിറ്റിൽ ഹീറോയാണ്. അതേപോലെ തന്നെ ഈ ഒരു പ്ലാന്റും നമ്മളടുത്ത് ഇപ്പോൾ ഒരുപാടുണ്ട്. ഞാനിത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആരുടെങ്കിലും വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഫ്രീ പ്ലാന്റിൽ നിന്ന് ടൈപ്പ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ നമുക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെയ്ക്കും ബായ്.